ബിന്ദു ബിന്ദു ഞാനൊന്ന് ബിന്ദുവിലേക്ക് പോയ ശേഷം താങ്കൾക്ക് PSC കാര്യം പറയാം. ബിന്ദു ഈ കാര്യത്തിൽ ബിന്ദു നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് മാത്രമാണോ പരാതി? ഇൻസെന്റീവ് തരേണ്ടത് കേന്ദ്രമാണ്. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് തന്നിരിക്കുന്നത്? ഇൻസെന്റീവ് കിട്ടുന്നില്ല എന്ന് ആരോഗ്യമന്ത്രി വളരെ വ്യക്തമായി പറയുന്നു. 3 കോടി കേന്ദ്രം നൽകേണ്ടിയിരുന്നത് സംസ്ഥാന സർക്കാർ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുകയായിരുന്നു എന്ന്. നമുക്ക് ഇവിടെ വയനാട് പാക്കേജിന്റെ കാര്യത്തിലടക്കം എന്താണ് കേന്ദ്രം ചെയ്തതെന്ന് നമ്മുടെ മുന്നിലുണ്ട്. 3 കോടിയല്ല 600 കോടി എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി അത് 1000 കോടി എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തായാലും ഇത് 2 ഗവൺമെൻറ്റുകളും കൂടിയിട്ട് തട്ടിക്കളിക്കുകയാണ് ആശാവർക്കർമാരെ. കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശംസിച്ചിട്ടുള്ളത് ആശാവർക്കർമാരെയാണ്. പ്രത്യേകിച്ചും ബോംബെയിലെ ചേരി പ്രദേശങ്ങളിലൊക്കെ കോവിഡ് കാട്ടുതീ പോലെ പടർന്നു പിടിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തെ എല്ലാം അതിജീവിച്ചത് ആശാ സഹോദരിമാർ അവരുടെ ജീവൻ കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം പാർലമെൻറ്റിലും അദ്ദേഹം പലതവണ ആശമാരെക്കുറിച്ച് വളരെയധികം പ്രകീർത്തിച്ചു. പക്ഷേ ഇന്ന് വരെ അദ്ദേഹം കയറിയിട്ട് 10 വർഷം കഴിഞ്ഞ് 11ാമത്തെ വർഷത്തിലേക്ക് അദ്ദേഹം ഭരണം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴും ഒരു ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റിൽ പോലും ആശാ വർക്കർമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ 17 വർഷമായിട്ട് നമ്മൾ ഓർക്കണം. ഈ ഇൻസെൻറ്റീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തുകകളെക്കുറിച്ചും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആശമാർക്ക് ഏറ്റവും കൂടുതൽ ഇൻസെൻറ്റീവ് കിട്ടുന്നത് ഒരു ഗർഭിണിയെ കണ്ടെത്തി അത് പ്രസവത്തിലേക്ക് ചെല്ലുമ്പോഴാണ്. ആ ഗർഭിണിയെ കണ്ടെത്തുന്നതിന് കിട്ടുന്നത് 200 രൂപയാണ്. ആ ഗർഭിണിയെ കണ്ടെത്തുന്നതിൽ ഈ കുട്ടിക്ക് മനസ്സിലാകാതെയോ അത് മനസ്സിലാകാതെ പോയി 3 മാസം കഴിഞ്ഞ് പറഞ്ഞാൽ പ്രഗ്നൻസി പീരീഡിൽ 3 മാസം കഴിഞ്ഞ് ഒരു ദിവസത്തേക്ക് 3 മാസം കംപ്ലീറ്റ് ചെയ്ത് പിറ്റേ ദിവസമാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഈ 200 രൂപ കിട്ടത്തില്ല. ഈ കുട്ടി പിന്നീട് പ്രൈവറ്റ് ആശുപത്രിയിലാണ് പ്രസവിക്കുന്നതെങ്കിൽ അതിനുശേഷം ഇതിന് മൊത്തം കൂടെ കിട്ടുന്ന ഒരു 400 രൂപയാണ്. അർബനിൽ 600 രൂപയും റൂറലിൽ 600 രൂപയും അർബനിൽ 400 രൂപയാണ് കിട്ടുന്നത്. ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി പ്രൈവറ്റ് ആശുപത്രിയിലാണ് പോയി പ്രസവിക്കുന്നതെങ്കിൽ ഈ പൈസ കിട്ടത്തില്ല. പിന്നെ ഇവർക്ക് ജനനി സുരക്ഷാ യോജന എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു 600 രൂപ അങ്ങോട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും. കേന്ദ്രമാണോ സംസ്ഥാനമാണോ? ആ പൈസക്ക് ഇവർ അർഹയല്ലെങ്കിൽ ഈ 200 രൂപ കിട്ടത്തില്ല. ഒരു കുട്ടിയെ ബൂസ്റ്റർ ഡോസ് എടുക്കാൻ കൊണ്ടുപോകുന്നതിന് കിട്ടുന്നത് 20 രൂപയാണ്. 17 വർഷം മുമ്പ് നിശ്ചയിച്ചാണ് ഈ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഉണ്ടല്ലോ വലിയ ആഘോഷത്തോടു കൂടി നടത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ട്. അതിനവർക്ക് ഒരു ദിവസം ആശാവർക്കർക്ക് ഒരു ദിവസം കിട്ടുന്നത് എത്രയാണെന്ന് അറിയാമോ? 75 രൂപയാണ് കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, 75 രൂപയ്ക്ക്. അത് 2 ദിവസം മുമ്പേ ഏരിയയിലുള്ള കുട്ടികളെ കണ്ടെത്തി എവിടേക്കാണെന്നുള്ളത് ആ വീടുകളിൽ പോയി ഇമ്മ്യൂണൈസേഷൻ അവരെ ഇന്ന സെൻറ്ററിൽ കൊണ്ടുവരണമെന്ന് പറയുന്നത് മാത്രമല്ല, ആ 2 ദിവസം മുമ്പ് നടത്തുന്ന പ്രവർത്തനമാണ്. ആ ദിവസം രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം എത്ര മണി വരെയാണോ പറഞ്ഞത്? ചിലപ്പം 7 മണിയായിരിക്കും 8 മണിയായിരിക്കും. ആ സമയം വരെ അവിടെ നിന്ന് പണി ചെയ്ത് എന്ന് പറഞ്ഞാൽ 8 മണിക്ക് മുമ്പ് അവിടെ വന്ന് അത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇപ്പം കാരണം ആശുപത്രി വെച്ചല്ലല്ലോ ഇത് നടക്കുന്നത്. ബസ് സ്റ്റാൻഡുകളിൽ വെച്ച് നടത്താറുണ്ട്, ആശുപത്രികളിൽ വെച്ച് നടത്താറുണ്ട്, അംഗനവാടി വെച്ച് നടത്താറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ സജ്ജീകരിക്കുന്നത് ഉൾപ്പെടെ അത് 8 മണിക്ക് മുമ്പ് എന്നെങ്കിലേ പറ്റത്തുള്ളൂ. അത് ചെയ്ത് വൈകുന്നേരം ഇത് ചിലപ്പോൾ 6 മണിക്കായിരിക്കും 7 മണിക്കായിരിക്കും തീരുന്നത്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് 75 രൂപ കൊടുക്കുന്നത്. അവിടെയും തീരുന്നില്ല. ഈ ആരെങ്കിലും അഥവാ വരാതെ പോയി ആ ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും കുട്ടി വന്നിട്ടില്ല എങ്കിൽ പിന്നീടും ഈ വീടുകളിൽ പോയി ഈ കുട്ടികളെ കണ്ടെത്തി അതെവിടെയാണോ കൊണ്ടുപോയി അവരെ ഇമ്മ്യൂണൈസേഷൻ എടുപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ആശാവർക്കർക്കാണ് കുറ്റം. അതിനാണ് 75 രൂപ കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 17 വർഷം മുമ്പ് നിശ്ചയിച്ച തുകയാണ്. ഇത് നമ്മുടെ സർക്കാരുകളുടെ മുന്നിൽ ഇതെന്താ പരിഗണനാ വിഷയമായി വരാത്തത്? 10 ലക്ഷം സ്ത്രീകളാണ് ഈ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന 10 ലക്ഷം സ്ത്രീകൾ. 10 ലക്ഷം സ്ത്രീകളുടെ ജീവിതം ഈ സമൂഹത്തിൽ നിസ്സാരമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിനകത്ത് രാഷ്ട്രീയ നേട്ടം കാണും. മറിച്ച് നിസ്സഹായരായ നിസ്വരായ ഈ ആശാവർക്കർമാർക്ക് ഇതിനകത്ത് ഒരു രാഷ്ട്രീയ നേട്ടവും ഇല്ല. ശ്രീ സോമൻ അതിന് മറുപടി പറഞ്ഞ ശേഷം നമുക്ക് PSCയിലേക്ക് പോകാം. എനിക്ക് ശ്രീ മുഹമ്മദ് ഷായിലേക്ക് പോകേണ്ടതാണ്. ബിന്ദു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, എന്താണ് അവർക്ക് കിട്ടുന്ന ഇൻസെന്റീവ് എന്ന് കേട്ടല്ലോ. ഇത്രയും തുച്ഛമായ തുക കേന്ദ്രവും സംസ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുമ്പോൾ നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനെ പറയാൻ 100 നാവാണെങ്കിൽ അപ്പുറത്ത് കേന്ദ്രം എന്ത് നൽകുന്നു എന്നാണ് ചോദ്യം. ശ്രീമതി സ്മൃതി, സംസ്ഥാന സർക്കാരിനെ പറയാൻ 100 നാവാണെന്നുണ്ടെങ്കിൽ ആശാ വർക്കർമാരുടെ അവകാശത്തെ സംബന്ധിച്ച് പറയാൻ BJPക്ക് 1000 നാവുണ്ടെന്നേ.
സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലാണ് ഇവർ പരമാവധി പങ്കാളികളാകുന്നത് എന്നുള്ള അടിസ്ഥാനപരമായ വസ്തുതയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇവർക്ക് കൊടുക്കേണ്ട ഇൻസെന്റീവിന്റെ കാര്യത്തിൽ വർധനവ് വരണമെന്നുള്ളത് മാനുഷികമായ പരിഗണനയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.